ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ് എന്ന ടാക്സ് സംവിധാനത്തെ കുറിച്ചാണ്. GST ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് സംവിധാനമാണ് വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന ടാക്സ് സംവിധാനം നിലവിൽ ഗൾഫ് കൺട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഗൾഫ് കൺട്രീസിലും ഇല്ല, ഏതാനും ചില രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വാറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ടാലിയിൽ ഈ പറയുന്ന പർച്ചേസോ സെയിൽസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വാറ്റ് ഫങ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യാം, എങ്ങനെയാണ് വാറ്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. GST പഠിച്ചപ്പോഴുള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് വാറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടും ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പ്രധാനമായും രണ്ട് അക്കൗണ്ട്സ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ടാക്സ് അക്കൗണ്ട് ആയിട്ട്. അതിൽ ഇൻപുട്ട് വാറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് വാറ്റ് ഉണ്ട്. GST പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വാറ്റും. അപ്പോൾ GSTയുടെ കേസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് GST ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻപുട്ട് വാറ്റ് ആണ്. സെയിൽസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ആണ്. GSTയുടെ കേസിൽ ഔട്ട്പുട്ട് GST ആയിരുന്നു. അത് CGST ആണെങ്കിൽ, SGST ആണെങ്കിൽ, IGST ആണെങ്കിൽ. ഈ രീതിയിൽ ടാക്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസും സെയിൽസും നടക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഉള്ളതുപോലെ ഒരുപാട് റേറ്റ് അവിടെ ഇല്ല. ഇവിടെ 4 തരത്തിലുള്ള റേറ്റ് ഉണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങൾക്കും ഓരോ റേറ്റ് ആണുള്ളത്. നിലവിൽ ബഹ്റിനിൽ 10%, സൗദി അറേബ്യയിൽ 15% എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ UAE 5% വാറ്റ് റേറ്റ്. ഇത് മൂന്ന് രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിൽ GST തന്നെ 4 റേറ്റ് ഉണ്ട്. അതേപോലെ അല്ല, ഓരോ രാജ്യങ്ങൾക്കും അവിടെ ഓരോ റേറ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഗുഡ്സിന്റെ കാറ്റഗറി അനുസരിച്ച് പ്രത്യേകം ടാക്സ് റേറ്റ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പം വാറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കമ്പനി ക്രിയേഷന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. ഗൾഫിലുള്ള ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു, അവിടുത്തെ ടാലിയിലാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതുക. ഇവിടെ ചെയ്യേണ്ടത് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ക്രിയേറ്റ് കമ്പനി കൊടുക്കുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു, പേര് ഗൾഫ് എന്ന് കൊടുക്കുകയാണ്, എന്റർ കീ പ്രസ് ചെയ്യാണ്. സ്റ്റേറ്റിന്റെ കേസിൽ UAE നമ്മൾ എടുക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് ആണ്. UAE ഒരു എമിറേറ്റ്സ് ആണ് ദുബായ്. ഞാൻ ദുബായ് എന്ന് കൊടുക്കുകയാണ്. ദുബായ് കൊടുക്കുമ്പോൾ എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടോ എമിറേറ്റ്സ് എന്നാണ് അത് കാണിക്കുന്നത്. കൺട്രി UAE ആണ്. ഇതേപോലെ പല രാജ്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിന്റെ ബാക്ക് ഡീറ്റെയിൽസ്, അതായത് PO ബോക്സ്, ടെലിഫോൺ, മൊബൈൽ, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ്, ഇതെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഞാനൊന്നും കൊടുക്കുന്നില്ല. എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ഫ്രോം, അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏപ്രിൽ 1-ാം തീയതിയാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് UAE വരുമ്പോൾ അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കലണ്ടറിൽ തന്നെയാണ്. അതായത് ജനുവരി 1-ാം തീയതിയാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഈ ബുക്സ് ബിഗിനിങ് ഫ്രോം എന്ന് ചോദിച്ചാൽ ആ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഏത് സമയത്താണ്, ഏത് ഡേറ്റിലാണ് അവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും തൽക്കാലം സെയിം കൊടുക്കുക. ഇതൊക്കെ ആദ്യത്തെ കമ്പനി ക്രിയേഷൻ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇത് ഇവിടെയും. എന്റർ കീ പ്രസ് ചെയ്യുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ബേസിക് കറൻസി സിമ്പിൾ ആണ്. അപ്പോൾ UAE ആകുമ്പോൾ അവിടുത്തെ UAE ദർഹമാണ് കറൻസി. അതിന്റെ സിമ്പിൾ AED എന്നാണ്. നമ്മളിവിടെ റുപ്പീസിന് പകരം AED ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്റർ കീ പ്രസ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ അടുത്തായിട്ട് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് F11 ഫീച്ചേഴ്സിനകത്തോട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ആവശ്യമുള്ള എല്ലാ ഫംഗ്ഷൻസും എസ് കൊടുക്കുക, ആവശ്യമില്ലാത്ത നോ കൊടുക്കുക. ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റർ കീ പ്രസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ടാക്സേഷൻ ഉണ്ട്. ഇവിടെ വാറ്റ് എനേബിൾ വാല്യൂ ആഡ് ടാക്സ് എസ് കിടക്കുന്നത്. എന്റർ കീ പ്രസ് ചെയ്യണം, എസ് കൊടുത്തുകൊണ്ട് തന്നെ. ഇതിൽ എമിറേറ്റ്സ് ദുബായ് ആണ്. TR നമ്പർ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ആണ്. ഇവിടുത്തെ പോലെ ലെറ്റേഴ്സ് ഒന്നുമില്ല, ഓൺലി നമ്പേഴ്സ് ആണ്. 15 അക്കം വരുന്ന നമ്പേഴ്സ് ആണ്. നമുക്ക് ചുമ്മാ നമ്പർ കൊടുക്കാം. എന്റർ കീ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ ചോദിക്കണം <15 digit പറ്റത്തില്ല. എന്റർ കീ പ്രസ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതേപോലെ ടാക്സ് ഗവൺമെന്റിലോട്ട് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ പേ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. മന്ത്ലി കൊടുക്കുന്നുണ്ടാവും, ക്വാർട്ടർലി കൊടുക്കുന്നുണ്ടാവും. അത് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഞാൻ മന്ത്ലി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ്, ഇത് കമ്പനി ക്രിയേഷൻ സ്ക്രീനിൽ നമ്മൾ അല്ലെങ്കിൽ F11 ഫീച്ചേഴ്സിൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് കൊടുക്കുക, എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടാക്സബിൾ എന്ന ഓപ്ഷനാണ്. ടാക്സബിലിറ്റിയിൽ ടാക്സബിൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ടാക്സബിൾ കൊടുക്കുക. ടാക്സ് റേറ്റ് 5%. നമ്മളത് കൊടുക്കേണ്ട ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, ഓട്ടോമാറ്റിക്കലായിട്ട് വരും. വേറെ റേറ്റ് ഒന്നുമില്ല. എന്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ UAE എടുത്തുകൊണ്ടാണ് 5%. ഇപ്പോൾ ബഹ്റിനിലാണെങ്കിൽ അവിടെ 10%. സൗദി അറേബ്യയിൽ 15%. എന്റർ കീ പ്രസ് ചെയ്യുന്നു. വേറെ ഒന്നും എസ് കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ+A പറഞ്ഞ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ കൺട്രോൾ+A പറഞ്ഞ് സേവ് ചെയ്യാണ്. ഓക്കെ, കമ്പനി ക്രിയേറ്റ് ആയി. ഈ ടാക്സ് സംവിധാനം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. മനു സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1/1/2023 AE 1 ലക്ഷം ദിർഹം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു ബിസിനസ് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അദ്ദേഹം സെയിൽസ് ചെയ്യുന്നു. ഇതാണ് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്
നമുക്കൊന്നെങ്കിൽ ടാക്സ് ലെഡ്ജേഴ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. അല്ല നമ്മൾ ട്രാൻസാക്ഷൻ്റെ കൂടെ അത് ചെയ്യുന്നതിലും തെറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ടാക്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്, ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ ലെഡ്ജർ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് വാറ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് അണ്ടർ കൊടുക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് വാറ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ബാക്കിയുള്ളത് തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല. എൻ്റർ കീ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. അടുത്തത് ഔട്ട്പുട്ട് വാറ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് തന്നെയാണ്, അതും വാറ്റ് ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് വാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പർച്ചേസ് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സെയിൽസ് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ഇത് GST ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് വാറ്റിനും. അത് കൂടാതെ നമുക്ക് ഇനി വേണ്ടത്, ഞാൻ ട്രാൻസാക്ഷൻ്റെ കൂടി ചെയ്യാൻ ജസ്റ്റ് ടാക്സ് ലെഡ്ജേഴ്സ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് മനു സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1/1/2023 അറ്റ് AE 1 lakh, അതായത് UAE ദിർഹം 1 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം ഗൾഫിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് റെസീപ്റ്റ് വൗച്ചറിലാണ്. വൗച്ചേഴ്സ് എടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. F6 വൗച്ചറിലാണ് ചെയ്യേണ്ടത്. F6 വൗച്ചർ സെലക്ട് ചെയ്യുന്ന റെസീപ്റ്റ് വൗച്ചർ. ആദ്യം ചോദിച്ചിരുന്ന ക്രെഡിറ്റ് എന്താണെന്നാണ്. ക്യാപിറ്റലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. Alt+C പറഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Ctrl+C പറഞ്ഞ് സേവ് ചെയ്യുന്നു. 1 ലക്ഷം രൂപയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. ക്യാഷ് ആയിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ദർഹമാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ പറയുന്നത് ഹി പർച്ചേസ്ഡ് ഫോളോയിങ് ഐറ്റംസ് ABC ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ്. ABC ട്രേഡേഴ്സിൽ നിന്ന് ക്രെഡിറ്റിന് പുള്ളിക്കാരൻ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പറയുന്നത്. വാറ്റ് റേറ്റ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. സ്റ്റെബിലൈസറും ഇൻവെർട്ടറും ആണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത്. അത് ചെയ്യാം. F9 ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പർച്ചേസ് സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ പാർട്ടീസ് നെയിം ക്രിയേറ്റ് ചെയ്യണം. ABC ട്രേഡേഴ്സ് ആണ്, ക്രെഡിറ്റ് ആണ്. Alt+C പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. ABC ട്രേഡേഴ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. പർച്ചേസ് ആൻഡ് സൺട്രി ക്രെഡിറ്റർ ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Ctrl+A പറഞ്ഞ് സേവ് ചെയ്യാം. Ctrl+A. ഇതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ഐറ്റം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഐറ്റം സ്റ്റെബിലൈസർ ആണ്. ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് ഇത് കിടക്കുന്നത്. ഞാൻ Ctrl+H അടിച്ചിട്ട് ഐറ്റം ഇൻവോയ്സ് ആക്കണം. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റോക്ക് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡിലാണ് ഇത് ചെയ്യേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ABC ട്രേഡേഴ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യണം. Ctrl+A പറയുകയാണ്. ഇവിടുന്ന് പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇനി പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഉണ്ട്, ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. Ctrl+A പറഞ്ഞ് സേവ് ചെയ്യാണ്. സ്റ്റോക്ക് ഐറ്റം ഇനി ക്രിയേറ്റ് ചെയ്യണം. Alt+C പറഞ്ഞിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റെബിലൈസർ ആണ് ഒന്നാമത്തെ സ്റ്റോക്ക് ഐറ്റം. ഇത് ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റെബിലൈസർ ഗ്രൂപ്പ് നമുക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. Alt+C പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്തൊക്കെ പ്രസ് ചെയ്ത് സേവ് ചെയ്യാണ്. അടുത്ത കാറ്റഗറിയാണ്. കാറ്റഗറി തന്നിട്ടില്ല. യൂണിറ്റ് ഇനി ക്രിയേറ്റ് ചെയ്യണം. സ്റ്റെബിലൈസർ നമ്പേഴ്സിന്റെ ബേസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്. Alt+C പറഞ്ഞിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നോസ് കൊടുക്കണം, NOS. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ടാക്സബിൾ ആണ്, 5% ആണ്. ഗുഡ്സ് ആണ് നമ്മൾ വിൽക്കുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ എസ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കാനില്ല എങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ ക്വാണ്ടിറ്റി ആയിട്ട് തന്നിരിക്കുന്നത് 50 എണ്ണം 750 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 750. ഇപ്പോൾ ക്വാണ്ടിറ്റി 50 കൊടുക്കുക. റേറ്റ് 750. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 37,500 ആണ് എമൗണ്ട്. അടുത്ത സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. Alt+C പറയുകയാണ്. ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് ഐറ്റംസ് തന്നെയാണ്. നമ്പേഴ്സ് ആണ്. ടാക്സബിൾ ആണ്. സേവ് ചെയ്യുന്നു. ഇതിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് തന്നിരിക്കുന്നത് 20 എണ്ണമാണ്. 1250 രൂപയാണ്. 20 എണ്ണം 1250. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം 2 സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ഉള്ളൂ. വാറ്റ് 5% ആപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സ്പേസ് ബാർ അടിക്കുന്നു. പർച്ചേസ് ആയതുകൊണ്ട് ഇൻപുട്ട് വാറ്റ് ആണ്, അത് സെലക്ട് ചെയ്യാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 3125 രൂപ ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യാം, സേവ് ചെയ്യാം. അടുത്ത പർച്ചേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്പീക്കറും പെൻഡ്രൈവും ആണ്. SR ട്രേഡേഴ്സിനാണ്, ക്രെഡിറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യുന്നു. Alt+C. SR ട്രേഡേഴ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യാണ്.
സൺട്രി ക്രെഡിറ്റർ ആണ്, പർച്ചേസ് ആയതുകൊണ്ട് Ctrl+A ഒന്ന് സേവ് ചെയ്യാണ്. Ctrl+A. പർച്ചേസ് ലെഡ്ജർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്താൽ മതി. ഇന്ന് സ്റ്റോക്ക് ഐറ്റം പുതിയ ഐറ്റമാണ്, ക്രിയേറ്റ് ചെയ്യണം. സ്പീക്കറും പെൻഡ്രൈവ് ആണ്. സ്പീക്കർ ക്രിയേറ്റ് ചെയ്യാണ്. Alt+C പറയുന്നു. സ്പീക്കർ ഇലക്ട്രോണിക്സ് ഐറ്റമാണ്. നമ്പേഴ്സ് എന്തൊക്കെ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെ ക്വാണ്ടിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് 50 എണ്ണം 600 ദിർഹത്തിനാണ്. 50 എണ്ണം 600 എന്തൊക്കെ പ്രസ് ചെയ്യുന്നു. അടുത്തത് പെൻഡ്രൈവ് ആണ്. പെൻഡ്രൈവ് 20 എണ്ണമാണ് 450 രൂപയ്ക്ക്. Alt+C പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. പെൻഡ്രൈവ് ഇലക്ട്രോണിക്സ് ഐറ്റമാണ്, സേവ് ചെയ്യുന്നു. 20 എണ്ണം 450 രൂപയായിരുന്നു. എന്തൊക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് വാറ്റ് ആണ് ആപ്ലിക്കബിൾ ആണ്, 1950 രൂപയാണ്. എന്തൊഴിക്കുന്നു, ശരി. 2 പർച്ചേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, തൊട്ട് താഴെ സെയിൽസ് തന്നിട്ടുണ്ട്. PR ട്രേഡിംഗ് കമ്പനിക്കാണ്, ക്രെഡിറ്റിനാണ് വിൽക്കുന്നത്. ഓക്കെ, അത് സെയിൽ ചെയ്യാം. ഇവിടുന്ന് F8 സെലക്ട് ചെയ്യുന്നു. പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യണം. Alt+C പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. PR ട്രേഡിങ്സ് ആണ്. PR ട്രേഡിങ്സ് എന്തൊക്കെ പ്രസ് ചെയ്യാണ്. സെയിൽസ് ആയതുകൊണ്ട് സൺട്രി ഡെപ്റ്റർ ആണ്. എന്തൊക്കെ പ്രസ് ചെയ്യുന്നു. Ctrl+A പറഞ്ഞ് സേവ് ചെയ്യാണ്. Ctrl+A. സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെ പ്രസ് ചെയ്യാണ്. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ്. എന്തൊക്കെ പ്രസ് ചെയ്യാണ്. ടാക്സബിൾ ഒക്കെ പറയുന്നുണ്ട്. ഗുഡ്സ് ആണ്, സേവ് ചെയ്യുന്നു. ഇവിടെ സെയിൽ ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റം സ്റ്റെബിലൈസർ ആണ്. 10 എണ്ണം 900 ദർഹത്തിനാണ്. സ്പേസ് ബാർ അടിക്കുമ്പോൾ സ്റ്റെബിലൈസർ നമുക്ക് സെലക്ട് ചെയ്യാം. 10 എണ്ണം 900 എന്തൊക്കെ പ്രസ് ചെയ്യുന്നു. അടുത്ത ഐറ്റം ഇൻവെർട്ടർ ആണ്. 5 എണ്ണം 1400 രൂപയ്ക്കാണ്. ഇൻവെർട്ടർ 5 എണ്ണം 1400. ഇവിടെ 2 സ്റ്റോക്ക് ആയിട്ടാണ് വിൽക്കുന്നത്. വാറ്റ് 5% തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഔട്ട്പുട്ട് വാറ്റ് ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 800 രൂപയാണ് ഔട്ട്പുട്ട് വാറ്റ് ആയിട്ട് വരുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് തൽക്കാലം നോ കൊടുക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യാണ്. TRN നോട്ട് സ്പെസിഫൈഡ്. ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് പറയുന്നുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ അരുൺ ലിമിറ്റഡിനാണ് വിൽക്കുന്നത്, ക്രെഡിറ്റിനാണ്. അതും കൂടി ചെയ്യാം. Alt+C പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. അരുൺ ലിമിറ്റഡ് സൺട്രി ഡെപ്റ്റർ ആണ്. എന്തൊക്കെ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. Ctrl+A പറയുകയാണ്. സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിൽക്കുന്നത് 10 പെൻഡ്രൈവ് 30 സ്പീക്കറുമാണ്. 10 പെൻഡ്രൈവ് 500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവിടുന്ന് P അടിക്കുന്നു. പെൻഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. 10 പെൻഡ്രൈവ് 500 രൂപയാണ്. അടുത്തത് 30 സ്പീക്കർ 800 ദർഹത്തിനാണ്. സ്പീക്കറാണ്. S സെലക്ട് ചെയ്യുമ്പോൾ സ്പീക്കർ സെലക്ട് ചെയ്യാം. 30 സ്പീക്കർ 800 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഔട്ട്പുട്ട് വാറ്റ് ആണ്. എൻ്റെ പ്രസ് ചെയ്യുന്നു. 1450 രൂപയാണ്. സേവ് ചെയ്യാം. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. എസ്കേപ്പ് കീ പ്രസ് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് വരികയാണ്. ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ പ്രസ് ചെയ്യുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് വ്യൂവിന് വേണ്ടിയിട്ട് Alt+F കീ പ്രസ് ചെയ്യുകയാണ്. ഇതിൽ കറണ്ട് ലയബിലിറ്റിയിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ -2825 റുപ്പീസ് കിടപ്പുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ 4 ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ടാക്സ് എമൗണ്ട് കാണാവുന്നതാണ്. ഇൻപുട്ട് വാറ്റും ഉണ്ട്, ഔട്ട്പുട്ട് വാറ്റും ഉണ്ട്. ഇൻപുട്ട് വാറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ സപ്ലൈസിന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മുടെ സപ്ലൈസിന് പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ആണ്. ഔട്ട്പുട്ട് വാറ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് സെയിൽസ് നടന്നപ്പോൾ കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് ആണ്. GSTയുടെ കേസിൽ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയതുപോലെ തന്നെയാണ് വാറ്റിന്റെ കേസിലും ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് വാറ്റ് എമൗണ്ടിൽ നിന്ന് ഇൻപുട്ട് വാറ്റ് എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി ആണോ അതോ അഡ്വാൻസ് ആണോ എന്ന് കണ്ടെത്താൻ സാധിക്കും. നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കുറവും നമ്മൾ സപ്ലൈസിന് പേ ചെയ്തിരിക്കുന്ന പർച്ചേസ് ചെയ്തപ്പോൾ പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടാക്സ് നമ്മൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ട സാഹചര്യം ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റ് പേ ചെയ്തിരിക്കുന്നു. ഈ എമൗണ്ട് ഗവൺമെന്റിൽ നിന്ന് റീഫണ്ടബിൾ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. GST ചെയ്ത പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും ഇതിനും ചെയ്യാവുന്നതാണ്. ജനറൽ വൗച്ചറിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാവുന്നതാണ്. ഈ 2250 5075 നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു
ഫിഗർ, അതായത് 2825 രൂപ അഡ്വാൻസ് ആയിട്ട് ഇൻപുട്ട് ടാക്സ് കൂടി കിടക്കുകയാണ്. ഇതൊരു അസറ്റ് ആണ്. ഇത് പിന്നീട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ പിന്നീട് ഇതേപോലെ ടാക്സ് കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്തും സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. സെറ്റ് ഓഫ് എൻട്രി മാത്രം ഇട്ടാൽ മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് വാറ്റ് ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻസ് ടാലി റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.